ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ABOTCRൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ ഷുവായു ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യനെ വിളിച്ചിട്ട് നിങ്ങൾ ആ മരുന്ന് കണ്ടുപിടിച്ചു എന്ന് അറിഞ്ഞു, എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ തരാമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അത് തന്നെയാണ് കാണിക്കുന്നത്. ഹുവായു പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു മരുന്ന് എനിക്ക് തരണം, നിങ്ങൾക്ക് എന്ത് കണ്ടീഷൻ വേണമെങ്കിലും വെച്ചോളൂ, ഞാൻ അതിന് തയ്യാറാണെന്നൊക്കെ. ആ ടൈമിന് ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻ്റ്, ആളുടെ പേര് ചാങ് എന്നാണ്, എന്നങ്ങനെ എല്ലാ എപ്പിസോഡിലും ആ ഒരു കാര്യം പറയാൻ മറന്നു പോകാറുണ്ട്. സോ ചാങ് ആണെങ്കിൽ തിരിച്ച് പറയുന്നുണ്ട് ഇത് ആക്ച്വലി എൻ്റെ അതോറിറ്റി വരുന്നതിനേക്കാൾ മേളിലുള്ളൊരു കാര്യമാണെന്ന്. യുവായു അത് കേട്ട് പറയുന്നുണ്ട് നിങ്ങൾ എക്സ് ഹോൾഡിങ്സിൻ്റെ സിഇഒയുടെ അസിസ്റ്റൻ്റ് അല്ലേ, അപ്പം നിങ്ങൾക്ക് ആ ഒരു മരുന്ന് കിട്ടാൻ പാടുണ്ടാവത്തില്ലല്ലോ എന്ന്. ആ സമയം ചാങ് പറയുന്നുണ്ട് ആക്ച്വലി ഈ ഒരു മരുന്നിൻ്റെ കാര്യങ്ങളെല്ലാം ബോസ് പേഴ്സണലി നേരിട്ടാണ് നോക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബോസ് നേരിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എനിക്കാണെങ്കിൽ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. 2 വർഷം മുമ്പ് ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യം തുടങ്ങിയപ്പോൾ തന്നെ പേഴ്സണലി ആയിരുന്നു ബോസ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സും എല്ലാം സൈൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എനിക്കൊരു റോളില്ല, ഞാൻ വേണമെങ്കിൽ ബോസിനോടൊന്ന് ചോദിച്ചിട്ട് അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. ഷുവായു അപ്പോൾ ഓക്കെ നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും പറയും കോൾ കിട്ടിയുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ഷുവായുവും ഹുവായോങ്ങും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ചാങ് അവനെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹുവായോങ് ഈ കാര്യങ്ങളൊക്കെ അറിയാതിരിക്കാനായിട്ട് ഷുവായു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് മാറി നിൽക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ചാങ് ആയിരുന്നില്ല, പകരം ഷെന്നായിരുന്നു. ഷെന്നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നീ എന്തിനാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് ഷുവായു ചോദിക്കുന്നുണ്ട്. ഷെന്നപ്പോൾ നീയാണെങ്കിൽ ആ മരുന്നിനെ കുറിച്ച് ചോദിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിന്നോട് സംസാരിക്കാൻ തീരുമാനിച്ചത്, കാരണം ആ ഒരു മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, ചാങ്ങിൻ്റെ കാല് പിടിക്കുന്നതിന് വരും എൻ്റെ കാല് പിടിക്കുക, ഞാൻ വേണമെങ്കിൽ ആ മരുന്ന് തന്നതിന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷുവായുവും ഷെങ്ങും തമ്മിൽ ഒരു യുദ്ധം ഉള്ളതുകൊണ്ട് തന്നെ അതിനവ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ആ സമയം ഷെന്ന് ഭയങ്കര കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഷെങ് കോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ ചാങ്ങിൻ്റെ ഫോണിലായിരുന്നു ഷുവായുമായി സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഷെങ് അവൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഷുവായുവിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഷുവായു ഫസ്റ്റ് കോൾ കട്ട് ചെയ്യാണ്. വീണ്ടും വിളിക്കുമ്പോൾ ഷുവായു കോൾ അറ്റൻഡ് ചെയ്തിട്ട് നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷെന്ന് പറയുന്നുണ്ട് നമുക്കൊരു ഡീൽ വയ്ക്കാം, ഒരു 8 ദിവസത്തേക്ക് ഹുവായോങ്ങിനെ നീയാണെങ്കിൽ എക്സ് ഹോൾഡിങ്സിൻ്റെ ഹോട്ടലിലേക്ക് അയക്ക്, ഞാനാണെങ്കിൽ ഒരു ദിവസം അവനെ ഉപയോഗിച്ചിട്ട് അങ്ങ് തിരിച്ചു തന്നേക്കാം, നേരിട്ട് തന്നെ ആ ഒരു മരുന്ന് നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാം. നീ എന്നെ ആലോചിച്ച് നോക്ക്, അവനെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിനക്ക് ലവറായിട്ട് ആരെ വേണോ കിട്ടും, പക്ഷേ നിനക്ക് ഒരൊറ്റ അച്ഛനേ ഉള്ളൂ, മരുന്നുണ്ടായിട്ടും നിൻ്റെ അച്ഛനെ നിനക്കത് വാങ്ങിച്ച് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ള കുറ്റബോധം നിനക്ക് പിന്നീട് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഹുവായോങ്ങിനെ വിട്ടുകൊടുക്കാനായിട്ട് ഷുവായി തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ നീ നിൻ്റെ കാര്യം നോക്ക്, നീ എന്നെ സഹായിക്കാൻ വരണ്ടെന്നുള്ള രീതിയിൽ ഷുവായി പറഞ്ഞിട്ട് കോൾ കിട്ടിയുന്നുണ്ട്. ചേച്ചി ഡൈനിങ് റൂമിലേക്ക് വരാൻ നിൽക്കുന്ന സമയം നോക്കുമ്പോൾ ഹുവായോങ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹുവായോങ് വന്നിട്ട് ഫുഡ് ഇപ്പോൾ തണുത്തുമെന്ന് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. ഷുവായും ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം ഷുവായു ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിന് ഷുവായു എന്താ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നിയിട്ട് ഹുവായോങ് ഷുവായിനെ ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് പോയിട്ട് വരാൻ പറയുന്നുണ്ട്. ആ സമയം ഷുവായു ഹുവായോങ്ങിനൊന്ന് കിസ് ചെയ്യാണ്. തൊട്ട് നോക്കുമ്പോൾ ഹുവായോങ്ങിന് ചെറിയൊരു പനിയുള്ളതുപോലെ അവന് തോന്നുന്നുണ്ട്. അങ്ങനെ നിനക്ക് എന്ത് പറ്റി വയ്യെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമില്ല, ഞാൻ മരുന്നൊക്കെ കഴിച്ചു, ഇപ്പോൾ തന്നെ 9 മണിയായി, നീ പെട്ടെന്ന് പൊക്കോ, സേഫായിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം ഷുവായു ഓഫീസിൽ നിൽക്കുന്ന സമയം അവൻ്റെ ഫ്രണ്ട് കോൾ ചെയ്തിട്ട് നിനക്ക് എക്സ് ഹോൾഡിങ്സിൻ്റെ സിഇഒനെ മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്കിപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇന്ന് എക്സ് ഹോട്ടലിൽ ആ ഒരു സിഇഒ വരുമെന്ന്. ഇൻഫർമേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല, പക്ഷേ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഷുവായു ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കിട്ടിയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഏതൊരു പയ്യനെയാണ്, മുഖം ക്ലിയറായിട്ട് കാണിക്കുന്നില്ല എന്ന് കണ്ടത് വെച്ച് എനിക്ക് തോന്നിയത് അത് ഷുവായുവിൻ്റെ ബ്രദറാണെന്നാണ്. എന്തായാലും ഇപ്പോൾ ഏതോ 2 ആൾക്കാരെ വിളിച്ച് ചേർത്തിയിട്ട് ഷുവായുവിൻ്റെ വീക്ക്നെസ് ആയിട്ട് ഇപ്പോൾ ഒരു പയ്യനുണ്ട്, ഹുവായോങ് എന്നാണ് അവൻ്റെ പേര്. അവനെ തളർത്തണമെങ്കിൽ അവൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള ആ ഒരു പയ്യനെ നമ്മളിപ്പോൾ തട്ടിക്കൊണ്ട് വരണം, അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ അവനെ പോയി പിടിച്ചുകൊണ്ട് വരണം, നമുക്കാണെങ്കിൽ ഷുവായിനെ നശിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ബ്രദർ തന്നെ ആയിരിക്കും അവനോടുള്ള ദേഷ്യത്തിന് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും 2 ആൾക്കാർ ആ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത് ഹുവായോങ്ങിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹുവായോങ് ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാൽ അവൻ്റെ ബോഡി ഇത് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്ന ടൈമായിരുന്നു, അത് അവൻ്റെ ബോഡിയിൽ നിന്ന് നല്ലതുപോലെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അവനാണെങ്കിൽ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് വീക്ക്നെസ്സും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ലക്ഷണമായിട്ടായിരിക്കണം മേ ബി രാവിലെ ഷുവായി നോക്കിയപ്പോൾ ഹുവായോങ്ങിന് ചെറിയൊരു പനി ഉണ്ടായിരുന്നത്. എന്തായാലും ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് ചാങ് ആണെങ്കിൽ ഇപ്പോൾ അവരെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഹോട്ടലിലെത്തി കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ഷെന്നാണെങ്കിൽ ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻ്റായ ചാങ്ങിനെ കോൾ ചെയ്തിട്ട് ഹുവായോങ് എവിടെയാണ്, അവനെ കാണാനേ ഇല്ലല്ലോ, അവനല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയത്, ഇവിടെ കുറേ ആൾക്കാർ വന്നല്ലോ, അവനല്ലേ ഈ ഒരു മീറ്റിംഗ് പോലെ ഇവിടെ അറേഞ്ച് ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ അസിസ്റ്റൻറ്റ് പറയാണ് അത് പിന്നെ പ്രതീക്ഷ സമയത്തിനേക്കാളും നേരത്തെ അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങി, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹുവായോങ് അവൻ്റെ റൂമിലാണുള്ളത്, ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഷെന്നപ്പോൾ അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസായി തീരുന്നവരെ അവനാണെങ്കിൽ ഷുവായിനെ മുന്നിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഹുവായോങ് ആണെങ്കിൽ അവൻ്റെ റൂമിൽ റെസ്റ്റ് ചെയ്യുന്ന ടൈമിന് നേരത്തെ ഒരു പയ്യനാണെങ്കിൽ ഇവനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് 2 പേരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവർ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിനെ പോലെ വന്നിട്ട് നേരെ ഹുവായോങ്ങുള്ള ആ റൂമിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഹുവായോങ് പെട്ടെന്ന് എഴുന്നേക്കാണ്. അവനാണെങ്കിൽ ദേഷ്യത്തിൽ തന്നെ അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ അവർ 2 പേരും താഴേക്ക് വീഴാണ്. അതേസമയം ഷുവായിനെ കാണിക്കുമ്പോൾ ഇവിടെ വന്ന ആ സിഇഒനെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും ലേറ്റായിട്ടും വരാത്തതുകൊണ്ട് തന്നെ അവനിനി വരാൻ ചാൻസ് ഇല്ലാന്ന് കരുതി ഇവൻ പോകാനേ നിൽക്കുകയാണ്. ആ സമയം ഇവൻ്റെ അടുത്തേക്ക് ഷെന്നും ഗാവോയും വരുന്നുണ്ട്. ഷെന്ന് വന്നിട്ട് നീ എന്തായാ മരുന്നിൻ്റെ ആരോഗ്യം തീരുമാനിച്ചു,
പറ്റുമോ, ഹുവായോങ്ങിന് വേണ്ടിയിട്ട് ആ മരുന്ന് നീ വിട്ട് കളയാൻ പോകണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇവനായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഷുവായു അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഷെന്നും ദേഷ്യത്തിൽ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം ഗാവോയ്ക്ക് എപ്പോഴത്തെയും പോലെ തന്നെ അത് അഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ട് ഷെന്നാണെങ്കിൽ ഇത് പബ്ലിക്കാണ്, ഇവിടെ വെച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഷുവായുവിനെയും ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തടയുന്നുണ്ട്. ഷുവായു അപ്പോൾ ഇത് പബ്ലിക്കാണെന്നപ്പോൾ നിനക്കും അറിയാമല്ലോ, എങ്കിൽ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വരരുത്, മിണ്ടാതിരുന്നോണെന്ന് പറയുന്നുണ്ട്. ഷെന്നപ്പോൾ എന്തിനാണ് ഇത്രയും നല്ലൊരു ഓഫർ ഇങ്ങനെ വിട്ടാളിന്ന് ആലോചിക്കാനായിട്ട് പറഞ്ഞിട്ട് അവിടെ നടന്നു പോവാണ്. അങ്ങനെ ഷെന്നും ഗാവോയും മറ്റേ സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നുണ്ട്. ഒരുമിച്ച് ഒരു വൈനൊക്കെ എടുത്ത് ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഗാവോയ്ക്ക് പെട്ടെന്ന് എന്തോ അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. അതേസമയം ഷെന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എപ്പോഴും ഷുവായു അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, എനിക്ക് നിനക്ക് അവൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഗാവോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വീണ്ടും ഗാവോയ്ക്ക് വയ്യാത്ത പോലെ തോന്നുന്നുണ്ട് തന്നെ. ഞാനത് വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗാവോ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ നടന്നു പോകുന്ന ടൈമിന് അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഇങ്ങനെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആകുമ്പോൾ ഇവന് നേരെ നടക്കാൻ പറ്റുന്നില്ല, ഇവൻ വീഴാൻ പോകുന്ന കണക്കിലാണ് നടക്കുന്നത്. ഇവൻ്റെ ഫെറോമോൺസിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട് അവിടെ കൂടെ നടന്നു പോകുന്ന 1-2 ആൾക്കാർക്ക്. അപ്പോൾ അവരിങ്ങനെ വിചാരിക്കുന്നുണ്ട് അവനെ ഹെൽപ്പ് ചെയ്താലോ, കാരണം ഏതെങ്കിലും ഒരു ആൽഫ അതിപ്പോൾ അവനുമായിട്ട് നല്ല മാച്ചായി പോകുന്ന കണക്കിലുള്ള ഒരു ആൽഫയാണ് വരുന്നതെങ്കിൽ അവൻ്റെ ഈ സ്മെല്ല് ഇഷ്ടപ്പെട്ടിട്ട് മേ ബി അവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സ്മെല്ല് കിട്ടുമ്പോഴത്തേക്കും അവർക്ക് ഇൻറ്റിമേറ്റ് ആവണം എന്നുള്ളൊരു ഫീലൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ ഹെൽപ്പ് ചെയ്താലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന ആളിലോട്ടുണ്ടെന്നൊരു ലേഡി ആയിരുന്നു. ആ ലേഡി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇങ്ങനൊരു നല്ല ഹോട്ടലിൽ അങ്ങനെയും നടക്കാൻ ചാൻസ് ഇല്ല, ആ പയ്യൻ ഓക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവാണ്. ഇതേ സമയം ഗാവോ ആണെങ്കിൽ നേരെ വാഷ്റൂമിൽ പോകുന്നതിന് പകരം സ്റ്റോർ റൂം പോലത്തെ ഏതോ റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. അതേസമയം ഷെന്ന് ഗാവോ ഇത് എവിടെ പോയതാന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഗാവോയ്ക്ക് അപ്പോൾ മുമ്പ് വയ്യാതായിട്ടുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇനി എങ്ങാനും അവന് വയ്യാതായി കാണുമെന്ന് വിചാരിച്ചിട്ട് ഗാവോനെ അന്വേഷിച്ച് ഷെന്ന് പോകുന്നുണ്ട്. ഇതേ സമയം അതുവഴി നടന്നു പറഞ്ഞ ഷുവായു ആണെങ്കിൽ നേരത്തെ ഗാവോനെ 2 പേര് കണ്ടിട്ട് അവനെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവർ 2 പേരും ഇങ്ങനെ ഗാവോനെ പറ്റി തന്നെ ഒരു പയ്യൻ ഇതുപോലെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ എന്നെ പറയുന്ന കേൾക്കാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഷുവായു പെട്ടെന്ന് മേ ബി അവനെ അന്വേഷിച്ച് ഹുവായോങ് എങ്ങാനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകുമോ എന്ന് വിചാരിക്കുകയാണ്. കാരണം ഹുവായോങ്ങിൻ്റെ അടുത്ത് നിന്ന് ഇഷ്ടംപോലെ മിസ് കോളും ഇവന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടെൻഷനായി നടക്കുമ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു സംസാരം കേൾക്കുന്നത്. അങ്ങനെ ആ ഒരു പയ്യൻ എവിടെയാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ വാഷ്റൂമിൻ്റെ ഏരിയയിലുണ്ടെന്ന് പറയാണ്. അത് ഹുവായോങ് ആയിരിക്കും എന്ന് കരുതി ഷുവായു അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹുവായോങ് ആണെങ്കിൽ ഒരു റൂമിൻ്റെ അകത്തേക്ക് ഇവനെ വലിച്ചു കയറ്റാണ്. ആ റൂമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇട്ടായിരുന്നു, ആരാണുള്ളത് എന്നൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഷുവായു ആണെങ്കിൽ ആരാന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഹുവായോങ് ആണെങ്കിൽ ഇവനെ പിടിച്ചൊക്കെ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം ഷെന്നാണെങ്കിൽ ഗാവോൻ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ഏതോ ഒരു ഒമേഗയുടെ സ്മെല്ല് അവന് കിട്ടുന്നുണ്ട്. അവൻ വിചാരിക്കുന്നുണ്ട് ഏത് ഒമേഗയാണ് ഇപ്പോൾ ഇങ്ങനെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അടുത്ത് വീണ്ടും ഹുവായോങ്ങിനെ ഷുവായിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ ഹുവായോങ്ങിൻ്റെ ഫെറോമോൺസിൻ്റെ ഇതുകൊണ്ടായിരിക്കും ഷുവായിൻ്റെ ബോഡി വീക്കായിട്ട് അവൻ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ബെഡിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഹുവായോങ് ആണെങ്കിൽ അവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഷുവായി ചെറുതായിട്ട് പറയുന്നുണ്ട്, നീ ആരാന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല എന്നൊക്കെ. ഹുവായോങ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും ഷെന്നിനെ കാണിക്കുവാണെങ്കിൽ അവൻ ഇപ്പോഴും ഗാവോനെ അന്വേഷിക്കുകയാണ്. പക്ഷേ കോൾ ചെയ്തിട്ടും ഗാവോ ഫോൺ എടുക്കുന്നില്ല. അതേസമയം ഗാവോ ഇരുന്ന ആ റൂമിൽ ഒരു ഗ്ലാസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഗാവോ ഇങ്ങനെ നടന്ന് നീങ്ങുന്ന ടൈമിന് ആ ഗ്ലാസ് ഇങ്ങനെ താഴേക്ക് വീണ് പൊട്ടുവാണ്. അതേ സെയിം റൂമിൻ്റെ പുറത്ത് തന്നെയായിരുന്നു ഇവന് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ഷെന്നാണെങ്കിൽ നേരെ ആ റൂമിൻ്റെ അകത്ത് കയറാണ്. ഗാവോ പെട്ടെന്ന് സൈഡിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. ഗാവോ നീ അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു ഷെന്നെ അന്വേഷിക്കുന്ന നടക്കുന്ന ടൈമിന് ഗാവോ അവൻ്റെ കണ്ണിൽ പെടാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഷെന്നെ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ തിരിച്ച് വലിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം വൈകുന്നേരം ഷുവായു ആണെങ്കിൽ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് അവൻ അവൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ അസിസ്റ്റൻ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് അവനിപ്പോൾ സമയം എത്രയെന്നൊക്കെ ചോദിക്കുമ്പോൾ വൈകുന്നേരം 4 മണിയായി, ഇന്നലെ രാത്രിയോടെ നിങ്ങളാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു, നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ ഡോക്ടറിനെ വിളിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആരോ ഇവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആയി എന്നൊരു ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, നീയാണോ എന്നോട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, അതെ ഹോട്ടലിലെ ഒരു സ്റ്റാഫിനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ റൂമിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ നിങ്ങളൊന്ന് പിക്ക് ചെയ്തതാണെന്ന് പറയാണ്. എന്നോട് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് ഹുവായോങ് മിസ്സിംഗ് ആണെന്ന്. അതും പറഞ്ഞ് ഹുവായോങ് ഷുവായിന് വേണ്ടി എഴുതി വെച്ച ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഹുവായോങ് പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ട് ആ ഒരു മരുന്ന് വാങ്ങാതെ നിൽക്കുന്നതെന്ന്. എന്നാൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, നിങ്ങൾക്ക് ലവറായിട്ട് വേറെ ആളെയും കിട്ടും, പക്ഷേ സ്വന്തം അച്ഛനെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങളാണെങ്കിൽ എപ്പോഴും നല്ലൊരു തീരുമാനം എടുക്കുന്ന ഒരാളാണ്, എന്നാൽ ഇതിൽ മാത്രം നിങ്ങൾ എടുക്കുന്ന ചോയ്സ് മാറിപ്പോയി. എന്നെ അല്ല ചൂസ് ചെയ്യേണ്ട, അച്ഛനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക, ആ ഒരു മരുന്ന് ചൂസ് ചെയ്യും, ഞാനല്ല ലൈഫിൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതോർത്തൊരിക്കലും വിഷമിക്കരുത്, ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഐ ലവ് യു എന്നും പറഞ്ഞ് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വായിക്കുമ്പോഴത്തേക്കും ഇവൻ കരയാനായിട്ട് തുടങ്ങാണ്. ഹുവായുമായിട്ടുള്ള മൊമെൻറ്റ്സ് എല്ലാം ആലോചിക്കുന്നുണ്ട്. ഇവൻ നന്നായിട്ട് കരയുന്നുണ്ട്. ഇവൻ്റെ സങ്കടം കണ്ടിട്ട് അവൻ്റെ അസിസ്റ്റൻറ്റിനും സങ്കടം വരുന്നുണ്ട്. അതിനുശേഷം ഷെന്നിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് വേറൊരു പയ്യൻ വന്നിട്ടാണ് ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സൈൻ ചെയ്തിട്ട് ഗാവോ ഇതുവരെയായിട്ട് ഓഫീസിലെത്തിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് ഇല്ല, അതും കൂടെ പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഗാവോ ആണെങ്കിൽ 2-3 ദിവസത്തേക്ക് ലീവ് വേണമെന്ന് പറഞ്ഞു. അത് പിന്നെ അവൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഒമേഗയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആകുന്നുണ്ട്, അപ്പോൾ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ
ഷെന്നാണെങ്കിൽ ഇവനിതിപ്പോൾ സ്ഥിരം പരിപാടിയാണല്ലോ, നേരിട്ട് പറയാതെ ലീവ് എടുക്കുന്നത്. അവനെ ശരിയാക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യം സീരിയസ് ആയിട്ട് തന്നെ എടുക്കും. പിന്നെ വേറെ ഒന്നുമില്ല, ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്ന് പക്ഷേ നല്ല ദേഷ്യത്തിൽ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാവോയ്ക്ക് മെസ്സേജ് ഇട്ടിട്ട് നീ എന്തിനാണ് ലീവ് എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം ഹുവായോങ് ഇവനെ കോൾ ചെയ്യാണ്. കോൾ ചെയ്തിട്ട് നാളെ നീയും ഞാനും കൂടെ ചേർന്നിട്ട് ഷെന്നിൻ്റെ അച്ഛന് ആ ഒരു മരുന്ന് കൊണ്ട് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാനെന്തിന് കൂടെ വരണം എന്നിങ്ങനെ ഷെന്ന് ചോദിക്കുമ്പോൾ നീ വേണം കൊണ്ട് കൊടുക്കാനെന്ന് പറയുന്നുണ്ട്. ഷെന്നപ്പോൾ നിങ്ങളുടെ വേലക്കാരനായിട്ടിരുന്ന് ജോലി ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഹുവായോങ് നീ വേണമെങ്കിൽ വേലക്കാരനായിക്കോളാന്നൊക്കെ പറയാണ്. ഷെന്നപ്പോൾ നിന്റെ യഥാർത്ഥ സ്വഭാവം എങ്ങാനും ഷുവായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നീ തീർന്നെന്ന് പറയുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ നീയും ഒരു ഒമേഗയുമായിട്ട് ഇൻറ്റിമേറ്റ് ആയില്ലേ, ആ ഒമേഗ ആരാണെന്ന് നിനക്കറിയാവോ, ആ ആളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, നീ നാളെ മരുന്നും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വാങ്ങിയാൽ നിനക്ക് ആ ഫോട്ടോ തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടിയെന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട്. ആ സമയം അതൊക്കെയുണ്ട്, നീ നാളെ നേരെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി, നിൻ്റെ കൂടെ ഞാനും വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം നിന്നെ എങ്ങാനും എൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഷുവായി ആണെങ്കിൽ എന്നെ എടുത്തിട്ട് അടിച്ച് പിതുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അതൊന്നും കുഴപ്പമില്ല, അവൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹുവായോങ് എങ്ങനെയൊക്കെ ഇവനെ സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട്. അതേസമയം ഗാവോനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഉറങ്ങി കിടക്കുമ്പോൾ അവനാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന കുറേ സംഭവങ്ങൾ ഓർമ്മ വരാണ്. അതായത് ഗാവോൻ അന്വേഷിച്ച് ഷെന്ന റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഗാവോ എസ്കേപ്പ് ആവാൻ നോക്കിയപ്പോൾ ഷെന്ന അവനെ പിടിച്ചു വെച്ചിട്ട് അവിടെ ഇട്ടാകുന്ന ഒരു ബെഡിലേക്ക് കിടത്തിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു റൂം നല്ല ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പിടിച്ചു വെച്ചത് ഗാവോനെയാണെന്ന് അവനറിയത്തില്ല, ഏതോ ഒരു പയ്യൻ. അതേസമയം ഗാവോയുടെ ബോഡിയിൽ നിന്ന് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്നതുകൊണ്ട് തന്നെ അതൊരു ഒമേഗയാണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ ഒരു ഫെറോമോൺസിൻ്റെ സ്മെല്ല് ഇവന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ അവനാണെങ്കിൽ ഗാവോയുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതാണ് നേരത്തെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഹുവായോങ് നീയുമായിട്ട് ഇൻറ്റിമേറ്റ് ആയ പയ്യൻ ആരാണെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞു തരാമെന്നും പറഞ്ഞത്. കാരണം ഷെന്നിന് ആ പയ്യൻ ആരാണെന്ന് ഇതുവരെയായിട്ട് അറിയത്തില്ല, അത് ഗാവോ ആണെന്ന് അവന് ഒട്ടും തന്നെ അറിയത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യം നടന്നതെല്ലാം ഗാവോ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് വരാണ്. ആ സമയം അവനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അങ്ങനെ അവൻ ഉറക്കത്തിൽ നിന്ന് ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവൻ്റെ ചേച്ചിയായിരുന്നു വിളിച്ചത്. ചേച്ചി വിളിച്ചിട്ട് ഇന്ന് എൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നീയാണെങ്കിൽ ഇവിടെ നിന്നൊരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്യണം, എന്നാലേ ചെക്കപ്പ് നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഗാവോ അപ്പോൾ സോറി ചേച്ചി ഞാൻ മറന്നു, ഇങ്ങനെ ഉടനെ തന്നെ വരാമെന്ന് പറയും കോൾ കെട്ടിയുന്നുണ്ട്. അങ്ങനെ ഗാവോ പിന്നീട് അവൻ്റെ ചേച്ചിനെ കാണാൻ പോകുമ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ചേച്ചി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇത്ര ദിവസം വിളിക്കുകയൊന്നും ചെയ്യാത്ത, ഞാൻ ശരിക്കും ടെൻഷനായി പോയി എന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാനാണെങ്കിൽ കൂടുതൽ ടൈമൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ മെസ്സേജ് ഒന്നും നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അവളപ്പോൾ നീ സാധാരണ ഇഗ്നോർ ചെയ്യാറില്ലല്ലോ, അതല്ല അതിൻ്റെ കഴുത്തിൽ എന്താ ഒരു മാർക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ഇൻറ്റിമേറ്റ് ആയതിൻ്റെ മാർക്കായിരുന്നു. അവനപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇവിടെയൊക്കെ മാർക്ക് ഉണ്ടല്ലോ, സത്യം പറയാൻ നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, വീട്ടിലെ ജനൽ പൊട്ടിയിരിക്കുകയാണ്, അപ്പോൾ കൊതുകുകളൊക്കെ ഇഷ്ടംപോലെ കയറുന്നുണ്ട്, അങ്ങനെ കൊതുക് കഴിച്ചിട്ട് വന്ന പാടാണെന്ന് പറയുന്നുണ്ട്. അവളപ്പോൾ നീയാണെങ്കിൽ എപ്പോഴും നല്ല നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചിടണം, പൊട്ടിപ്പോയ ആ ഒരു വിൻഡോ ഒക്കെ വീട്ടിൽ ശരിയാക്കണം, നീ എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പൈസ ചിലവാക്കി കഷ്ടപ്പെടുകയാണ്, എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നീ ആണെങ്കിൽ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നത്, നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് ഡിസ്ചാർജ് ആയിക്കോട്ടെ, ഞാൻ പിന്നീട് വീണ്ടും പഠിച്ച് ജോലി വാങ്ങിച്ചിട്ട് നിന്നെ പിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം, അപ്പോൾ പിന്നെ ഷെന്നിൻ്റെ അടിമയായിട്ട് നിനക്ക് കഴിയേണ്ടി വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഗാവോ അപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ, ഷെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് വന്നതെന്ന് പറയുമ്പോൾ അവിടെ ചേച്ചി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നത്, അവനത്ര നല്ലവനൊന്നും അല്ല, അവന് പിന്നെ ഒമേഗാസിനെ ഇഷ്ടമല്ല, ഇല്ലെങ്കിൽ അവനാണെങ്കിൽ നിൻ്റെ അടുത്തൊരു ക്രഷ് ഉണ്ടായ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ്. അവനപ്പോൾ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് തിരിച്ച് പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻ്റെ ആവാണ്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടുതന്നെ ബൈ.